പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് എസ്.എഫ്.ഐയുടെ പ്രതിഷേധം കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നടക്കുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. PM ആർഷോ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സിയാദ് ചേരുന്നുണ്ട്. സിയാദ്, വിവരങ്ങൾ. പ്രിയ, എസ്.എഫ്.ഐ നേതാവായ ആർഷോ അടക്കമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഓരിഞ്ച് നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന പ്ലക്കാർഡുകളുമായി എത്തിയ രണ്ട് ഭാഗങ്ങളിലെത്തിയ പ്രവർത്തകരാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി. പോലീസ് വലിയ രീതിയിൽ ശ്രമിച്ചിട്ടും പ്രവർത്തകർ പകർന്ന് മാറാൻ കൂട്ടാക്കുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്ത് നിന്നും ഗവർണർക്കെതിരെ, ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഇപ്പോൾ നടക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കെങ്കിലും ഇപ്പോഴും ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹമാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. എങ്കിലും പ്രവർത്തകർ രണ്ട് ഭാഗങ്ങളിലായി, യൂണിവേഴ്സിറ്റിയുടെ രണ്ട് ഭാഗങ്ങളിലായി സംഘടിച്ചെത്തി ഇവിടെ പ്രതിഷേധിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിന് വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്നാലും ഓരിഞ്ച് പിന്നോട്ടില്ലെന്നുള്ള മുദ്രാവാക്യവുമായാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ, ഇപ്പോൾ PM ആർഷോയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എസ്.എഫ്.ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളികൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ശക്തമായി തന്നെ അവർ ഗവർണർക്കെതിരെ മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? PM ആർഷോ, അനുശ്രീയ തുടങ്ങിയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്ന് പറഞ്ഞാൽ ഗവർണർ മലപ്പുറത്തും കോഴിക്കോടുമായി രണ്ട് ദിവസങ്ങളിൽ ഗവർണർക്ക് എസ്.എഫ്.ഐയുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കേണ്ടി വരുമെന്നുള്ള വലിയ രീതിയിലുള്ള സമര പ്രഖ്യാപനമാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എസ്.എഫ്.ഐ ഒരു ഇഞ്ച് പിന്നോട്ടില്ലാതെന്നുള്ള മുദ്രാവാക്യമായി ശക്തമായ പ്രതിഷേധമാണ്. ഒരു വിഭാഗം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോഴും പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ശക്തമായി പ്രതിഷേധിക്കുക തുടരുകയാണ്. കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുൻപിൽ കരിങ്കൊടി പ്രതിഷേധവുമായി എസ്.എഫ്.ഐ ഗവർണർ ചാൻസലർ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ടുള്ള അവരുടെ മുദ്രാവാക്യം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരു രീതിയിലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ പറയുന്നത്. ഇന്ന് രാത്രിയോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ എത്തും. ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഗവർണർ എത്തുന്നത്. എസ്.എഫ്.ഐ പ്രവർത്തകർ തന്നെ തടയാൻ കഴിയുമെങ്കിൽ തടയുക, തൻ്റെ കാറിന് തടയാൻ ശ്രമിച്ചാൽ വീണ്ടും താൻ പുറത്തിറങ്ങി പ്രതികരണം നടത്തും എന്നാണ് ഗവർണർ ഇന്നും ആവർത്തിച്ചത്. എന്തായാലും എസ്.എഫ്.ഐ പ്രവർത്തകർ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുൻപിൽ കരിങ്കൊടി പ്രതിഷേധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. PM ആർഷോ, അനുശ്രീ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവരെ നീക്കുന്ന അതേ സമയത്ത് തന്നെ മറുവശത്ത് മുദ്രാവാക്യ വിളികളുമായി ഒരു കൂട്ടം എസ്.എഫ്.ഐ പ്രവർത്തകർ ശക്തമായി തന്നെ അവിടെ നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിന് മുൻപിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഗവർണർ വരുന്നത് പ്രമാണിച്ച് മുന്നൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ശക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എസ്.എഫ്.ഐയുടെ പ്രതിഷേധം അവിടെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്ത നേതാക്കളെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുന്നതിൻ്റെ പ്രതിഷേധാർത്ഥം കറുത്ത ബാനറുകളും മറ്റും അവിടെ ഉയർന്നിരുന്നു. അതിൽ ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എസ്.എഫ്.ഐ പ്രതിഷേധം നടക്കുകയും അതിനെ തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് പോലീസ്.